ഇന്നലെ അഫ്ഗാൻ ജയിച്ചപ്പോൾ എല്ലാ ടീമുകൾക്കും പണിയായിരിക്കുകയാണ്. അതുപോലെ ഇന്നലെ നടന്ന ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അവരെ സെമിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഇംഗ്ലണ്ട് സെമി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് അമേരിക്കൻ ടീമിനെതിരെയാണ് ഇംഗ്ലണ്ട് കളി ജയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇംഗ്ലണ്ട് ഒഫീഷ്യലായിട്ട് സെമിയിലെത്തി. അവർക്കിനി പേടിക്കാൻ ഒന്നും തന്നെയില്ല. ഇന്ന് പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് നേർക്കുനേർ വരുന്നത്. ഈ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക തോറ്റാൽ വെസ്റ്റ് ഇൻഡീസ് സെമിയിലെത്തും. ജയിക്കുന്ന ടീമായിരിക്കും സെമിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിന് 4 പോയിന്റ് ഉണ്ട്, സൗത്ത് ആഫ്രിക്കൻ ടീമിന് 4 പോയിന്റ്. ഇന്ന് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ അവർക്കും 4 പോയിന്റ് ആകും. ഇനി ഇന്ത്യയുടെ ഗ്രൂപ്പ് നോക്കിയാൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട്, 2-ാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ. പക്ഷേ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചിൽ ഓസ്ട്രേലിയ തോറ്റാൽ അവര് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താണ്. അഫ്ഗാൻ അടുത്ത ബംഗ്ലാദേശുമായുള്ള മാച്ചിൽ ജയിച്ചാൽ അഫ്ഗാനായിരിക്കും സെമിയിലെത്തുന്നത്. ഓസ്ട്രേലിയൻ ടീമിന് ഇങ്ങനെ പണി കിട്ടുമെന്ന് ആരും കരുതിയില്ല. ഇന്നലെ അഫ്ഗാനുമായിട്ട് തോറ്റതാണ് ഓസീസിന് പണിയായത്. പക്ഷേ ഇന്നലെ അഫ്ഗാൻ ജയിച്ചത് ഇന്ത്യക്കും പണി തന്നെയാണ്. ഓസീസിനെതിരെ ഇനി ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ ഇന്ത്യക്കും ഓസീസിനും 4 പോയിന്റ് ആകും. ഇനി അടുത്ത മത്സരത്തിൽ അഫ്ഗാൻ ജയിച്ചാൽ അവർക്കും 4 പോയിന്റ് ആകും. ഇങ്ങനെ വരുമ്പോൾ നെറ്റ് റൺ റേറ്റ് കൂടുതൽ ആർക്കാണോ അവരായിരിക്കും കയറാൻ പോകുന്നത്. ഇന്ത്യക്ക് ഓൾറെഡി കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇന്ത്യ കയറുമെന്നത് ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷേ പണി കിട്ടുക ഓസ്ട്രേലിയൻ ടീമിന് തന്നെയാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും അഫ്ഗാനും സെമിയിലെത്താനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഒരുപക്ഷെ സെമി ഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യ സെമിയിൽ തോറ്റിട്ടുള്ളത്. ഇപ്രാവശ്യം വീണ്ടും ഇന്ത്യയും ഇംഗ്ലണ്ടും സെമിയിൽ വന്നാൽ അത് ഇന്ത്യക്ക് പണി തന്നെയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.